ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ നമ്മുടെ കൃഷിസ്ഥലത്തുള്ള രണ്ട് വ്യത്യസ്തമായ ചീര പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡായിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരയാണ്. അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഇവിടെ നമ്മളത് കറിയായിട്ട് ഉപയോഗിച്ചിരുന്നു. പൊന്നാങ്കണ്ണി ചീര എന്ന് തന്നെയാണ് അന്നത്തെയും പേര്. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡാണ്. അത് പലരും ഇത് ബിസിനസ്സാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു ചീര വർഗത്തിൽപ്പെട്ട തന്നെയാണ്. അത് പണ്ടൊക്കെ കുറേ കണ്ടിരുന്നു. ഇപ്പോൾ അത് അപൂർവം കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. ഇതാണ്. ഇത് പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അത് പാടവരമ്പത്ത് അതുപോലെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് കണ്ടിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അതങ്ങനെ കൂടുതലായിട്ട് കാണുന്നില്ല. അത് ഈ കളനാശിനിയൊക്കെ ഉപയോഗിച്ചിട്ടേ മരുന്നൊക്കെ അടിച്ചിട്ടല്ലേ പുല്ലൊക്കെ കരിക്കണം. അപ്പോൾ അതിൽ കുറേ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷെ ഇപ്പോഴും ഉണ്ട്. ഈ കണ്ടോ ഇത് കുഴപ്പമില്ലാതെ ഉണ്ടാകുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഇല നമ്മൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ അത് പലരും പറയണത് ഇത് ഒറിജിനൽ അല്ല, അതാണ് ഒറിജിനൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വാസ്തവത്തിൽ ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് ഒറിജിനൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. പണ്ട് മുതൽ ഇതെല്ലാവരും ഉപയോഗിച്ചിരുന്നതാണ്. സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ ഇപ്പോഴല്ലേ വന്നത്. അന്ന് ഇതിൻ്റെ പേര് പൊന്നാങ്കണ്ണി ചീര എന്ന് തന്നെയുണ്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഇത് പയറല്ല എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിൽ ഒറിജിനൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ബീൻസൊന്നും ഇപ്പോൾ ഒറിജിനൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. ബീൻസും വ്യത്യസ്തമായ രീതിയിലുള്ളതുണ്ട്. അതുപോലെ തന്നെ ഈ പയറുകളും വ്യത്യസ്തമായ രീതിയിലുള്ളതുണ്ട്. പല പേരിലും പല രൂപത്തിലുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഒറിജിനൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ വേറൊരു ചീര പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് കേട്ടോ ആ ചീര. ഇത് കണ്ടോ, വ്യത്യസ്തമായ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പരിചയമില്ലാത്തൊരു ചീര ആയിരിക്കും ഇത്. ഇതിവിടെ എല്ലാവരും നോർമലായിട്ട് കഴിക്കണ ഒരു ചീരയാണ് കേട്ടോ. ഇതിനിവിടെ ഈ നാട്ടിൽ തന്നെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഒരുപാട് പേരിലുണ്ട്. ഇത് മാർക്കറ്റിൽ ഇത് കിട്ടും കേട്ടോ. മാർക്കറ്റിൽ ഇത് നല്ല ഡിമാൻഡുള്ളൊരു ചീരയാണ്. ഇവിടെ ഇത് നോർമലായിട്ട് എല്ലാവരും കഴിക്കും. മാത്രമല്ല ഇത് എല്ലാവരും ചീര മാത്രമല്ല കഴിക്കുന്നത്, ഇത് മരുന്നും കൂടി ആയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇത് വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് ഈ അൾസറിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇതൊക്കെ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു പ്രിയമാണിത്. പിന്നെ അതിൻ്റെ വിത്ത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഏകദേശം 3500-4000 റുപ്യ ഉണ്ട് ഇതിൻ്റെ കിലോന് വിത്തിന് കേട്ടോ. പക്ഷേ നമ്മളിത് ഇവിടെ വിത്ത് പാകി മുളപ്പിച്ചതൊന്നുമല്ല. ഇതിവിടെ നോർമലായിട്ട് നമ്മളിവിടെ കൃഷിക്ക് മണ്ണൊക്കെ കളച്ച് വെള്ളമൊക്കെ പാരുമ്പോൾ ഭൂമിയിൽ നിന്ന് വെറുതെ മുളച്ച് വരുന്നതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അത് കള പറിക്കുമ്പോൾ അത് മാത്രം അവിടെ നിർത്തിയിട്ട് അതിന് വളമൊക്കെ കൊടുക്കും. അപ്പോൾ നന്നായിട്ട് വളരും കേട്ടോ. പിന്നെ ഇതിന് പേര് എന്താണെന്ന് വെച്ചാൽ പല പേരിൽ, ഇവിടെ തന്നെ പല പേരിലാണ് അറിയപ്പെടുന്നത്. തക്കാളി ചീര എന്ന് പറയും. കാരണം ഇതിന് ഒരു ചെറിയ കായ് ഉണ്ടാവും. തക്കാളിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്കൊക്കെ കഴിക്കത്. ഇത് വളരെ ചെറിയ കായാണ് കണ്ടോ. ഇതിങ്ങനെ പഴുക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒരു പർപ്പിൾ കളറായിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിക്കും. മാത്രമല്ല ഇത് കിളികൾ നല്ലോണം കഴിക്കും കേട്ടോ. കിളികൾ കൊണ്ടുവന്നിട്ടാകരാം അങ്ങനെ മുളക്കാൻ തന്നെ, വെറുതെ മുളക്കൂലല്ലോ അല്ലെങ്കിൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് തക്കാളി ചീര എന്ന് പറയും. പിന്നെ കാക്കാച്ചപ്പ് എന്ന് പറയും. പിന്നെയുണ്ട് എന്താ മുളകുണ്ണി എന്ന് പറയും. അങ്ങനെ പല പേരിലാണ്. പിന്നെ എന്തൊക്കെയോ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് ഇവിടെ തന്നെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ഈ ചീരനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടും, നെറ്റിലുണ്ട്. അതേമാതിരി മണിത്തക്കാളി എന്ന് പറയും, തക്കാളി ചീര എന്നൊക്കെ പറയും. അത് കുറേ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മളിത്
കൃഷി ചെയ്തൊന്നുമല്ല, പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കലി ഈ മണ്ണിൽ നിന്ന് മുളച്ച് വരുന്നതാണ്.